Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള അരിഞ്ഞത്, ഇത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ മുട്ട ചേർക്കാതെയും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്, സ്വല്പം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. മുളക് പൊടിയും പച്ചമുളകും ഒക്കെ നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. എന്നിട്ട് ഈ പരുവത്തിൽ കലക്കിയെടുക്കുക. ഇനി വേണ്ടത് ബ്രെഡാണ്. 5-6 കഷ്ണം ബ്രെഡ് ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കട്ട് ചെയ്യാതെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ബ്രെഡ് ഇനി ബാറ്ററിലേക്ക് മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഈ ബ്രെഡ് ഈ മാവിൽ മുക്കിയിട്ട് ഈ ഉള്ളിയൊക്കെ ഈ ബ്രെഡിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് ഇത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഉള്ളിയൊക്കെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഈ കടലമാവൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ സ്നാക്സ് ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം.